ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ് ലീവാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ തന്നെ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്തിയിട്ടൊക്കെ ഉണ്ട്. അത് നമ്മളെ ചെറിയ പുതിയ അടുപ്പത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വെള്ളപ്പത്തിന് കറി ഇന്നലെ നമ്മൾ കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതാണ് കേട്ടോ. മൺചട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മൺചട്ടിയിൽ വെച്ചപ്പോൾ ലേശം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞ് പിന്നെ മദ്രസ വിട്ടൊക്കെ വന്നവരെ ഒരു സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചവർക്ക് ചായക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിന് വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ അടുപ്പേ കത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി അപ്പുറത്തെ അടുപ്പും കൂടി കത്തിക്കണം. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇന്ന് ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളരിയും ഉരുളക്കിഴങ്ങും കൂടി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ വഴുതന ഉപ്പേരിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം മുളകും മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണം. ഇനി തേങ്ങ ചിരവിയിട്ട് അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കറണ്ട് പോവും. മഴയൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇടങ്ങേറാവുമല്ലോ. വഴുതന പൊരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ കറ പോകണമെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്ത് അടുപ്പൊക്കെ ഒഴിവായിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാനിത് കറിയും ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ട് പിന്നെ ഉപ്പേരി വെക്കാൻ നോക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് പിന്നെ പച്ചമുളകും അതേമാതിരി വഴുതനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കറിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളപ്പിച്ച് തിളക്കുന്ന സമയത്ത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ ചോറിലേക്ക് മുട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഓരോ മുട്ട ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന വഴുതനയുപ്പേരി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ നമുക്ക് ചോറിനോ വെറുതെ തിന്നാനൊക്കെ ആണെങ്കിലും നല്ല രസമാണ്.